So, hi guys, my name is Tissa. I'm an architect by profession. So, this is my first vlog on my YouTube channel. I really wanted to do this because I came across something really beautiful and I thought everybody should see it and get it if you can. This is not a promotional video or anything, but yeah, it's something interesting for especially art lovers and illustration lovers. So recently I found out that I'm pregnant, and then I ordered this amazing box by Alicia Souza. So let's unbox it together. So ഇതാണ് ബോക്സ് ഓർഡർ ചെയ്തത്. ആക്ച്വലി ഞാൻ ഒരു ഐറ്റം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷേ എല്ലാം കാണാൻ ഇത്ര ഭംഗിയായിരുന്നു. ഞാൻ ഈ ഫുൾ ഒരു ഹാമ്പർ ബോക്സ് പോലെ ഫുൾ മേടിച്ചു. അത് ഒരു ഓഫറിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാനത് മേടിച്ചു. സോ ഇതൊരു കീപ് സേക്ക് ബോക്സ് ആണ്. ലൈക്ക് ഈവൻ ആഫ്റ്റർ ഇതിനകത്തുള്ള സാധനമെല്ലാം കാണിച്ചിട്ട് പിന്നീടാണെങ്കിലും ഈ ബോക്സിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബോക്സ്. അലീഷ്യ സൂസ ഒരു ഇലസ്ട്രേറ്ററാണ്, ഒരു ആർട്ടിസ്റ്റാണ്. So she does these really beautiful illustrations. ഈ ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ടാലൻറ്റിനെ പറ്റി. സോ നമുക്കിത് തുറന്ന് നോക്കാം. സോ ഇതിനകത്ത് ആദ്യം ഉള്ളത് 2 ബാഡ്ജസ് ആണ്. ഒന്ന് ഡാഡ് ടു ബി, പിന്നെ ഒന്ന് മോം ടു ബി. സോ ഇത് ബേബി ഷവറിനും അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. സോ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത് അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഐ തിങ്ക് പ്രിൻറ്റഡ് ഓൺ ദ ബാഡ്ജ്. നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് വെരി ക്യൂട്ട്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഒരു കാർ ഡെക്കാലാണ്. ഇത് കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മദർ ഓൺ ബോർഡ് എന്ന് കാണിക്കുന്ന സാധനം. സോ ഇത് കാണാൻ പറ്റില്ല നമുക്ക്, പക്ഷെ ഐ തിങ്ക് അത് ഡയറക്റ്റ്ലി ആ സർഫസിൽ പ്ലേസ് ചെയ്താൽ ഇറ്റ് വിൽ വർക്ക്. സോ ദാറ്റ്സ് ദിസ്. പിന്നെ ഒരു കാർഡുണ്ട്. ഇറ്റ്സ് ഐ തിങ്ക് കോംപ്ലിമെൻ്ററി. ഐ don't remember reading. Oh, it's a congratulating card. Very pretty. ഭയങ്കര ലൈക്ക് എഫേർട്ട് ഇട്ട് ഡിസൈൻ ചെയ്തത് നമുക്ക് ഡെഫിനറ്റ്ലി ആ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. That's the card. Oh, ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇറ്റ്സ് ലൈക്ക് എ ഫ്രെയിം. നമ്മളുടെ ഫസ്റ്റ് സ്കാൻ ഇല്ലേ ബേബീൻ്റെ, അത് ഇതിനകത്ത് വെക്കാൻ പറ്റും. ആൻഡ് ഓർ ലൈക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്കാൻ ആണെങ്കിലും അതും വെക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ കമ്മിങ് സൂൺ ഫോട്ടോ ഫ്രെയിം. ബെഡ് സൈഡിൽ വെക്കാൻ പറ്റുന്ന ഒരു റിയലി നൈസ് എലിമെൻ്റ് ആണ്. ദേ ലൈക്ക് തോട്ട്ഫുള്ളി ഡിസൈൻഡ്. റിയലി വെരി പ്രിറ്റിയാണ്. പിന്നെ ഇതൊരു വാൾ ആർട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻവസ് പെയിൻറ്റിങ് പോലെ. ഇറ്റ്സ് എ പേപ്പർ പ്രിൻറ്റ്. അതെനിക്ക് തോന്നുന്നു ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഒരു ഫ്രെയിമായിട്ട് നമ്മളുടെ ബെഡ് സൈഡിൽ വയ്ക്കാനും ഒക്കെ പറ്റും. ഇറ്റ് ഷോസ് ദ ഫാമിലി ബിക്കമിങ് ബിഗർ. പിന്നെ ഇതാണ് മാസ്റ്റർ ഓഫ് ദ ബോക്സ്. സോ ഞാൻ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഓർഡർ ചെയ്തത്. ഇത് മേടിക്കാൻ വേണ്ടിയാണ് പോയത്, പക്ഷേ ബാക്കിത്തെ സാധനമൊക്കെ കണ്ടപ്പം ഭയങ്കര പ്രിറ്റി ആയിട്ട് തോന്നിയോണ്ട് ഞാൻ അതെല്ലാം മേടിച്ചു ആസ് എ ഹാമ്പർ. സോ ഇറ്റ്സ് ദ ഫ്രം എ ബം ടു ബേബി ജേർണി. സോ ഒരു ഹാർഡ് കവർ കേസുള്ള ഒരു ബോക്സാണ്. അതിനുള്ളിൽ മൈൽ സ്റ്റോൺ കാർഡ്സ് ഉണ്ട്. ഫോട്ടോ മെമ്മറീസിന് വേണ്ടിയിട്ടുള്ള കാർഡ്സാണിത്. സോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ
made the big announcement. So this is like a card that you can hold and take a photo after you make your big announcement. So as of now ഞാൻ അങ്ങനെ ആരോടും അത്രയും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ബിക്കോസ് എൻ്റെ ഇനീഷ്യൽ മന്ത്സ് ആയിട്ടേ ഉള്ളൂ. സോ അപ്പം അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ ഓഫ് ദിസ് ജേർണിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കാർഡ്സ് ആണ് ഈ മൈൽ സ്റ്റോൺ കാർഡ്സിനകത്തുള്ളത്. Shoes no longer fit, like that means your feet became bigger. അങ്ങനെ പിന്നെ ഡ്യൂ ഡേറ്റ് ഹിയർ, അങ്ങനെ ഓരോ സ്റ്റേജ് ഓഫ് യുവർ ജേർണി അവർ കാർഡ്സ് ആക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി നൈസ് തിങ്, വെരി നൈസ് ഐഡിയ ടു ലൈക്ക് ഇംപ്ലിമെൻറ്റ്. പിന്നെ this is the main thing that I wanted, the pregnancy journal. ഇത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളി ആണ് ഡിസൈൻ ചെയ്തേക്കണേ. ഈ ഹാർട്ട് കണ്ടോ, ഇറ്റ്സ് ലൈക്ക് ദ ബേബി ഇൻ യർ ടമ്മി ആൻഡ് ഒരു മാഗ്നറ്റിക് ക്ലോസിങ് മെക്കാനിസമാണ് ഈ ബുക്കിനുള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ എൻ എക്സ്പെക്ടിങ് മദർ. സോ ഇതിനകത്ത് പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ എഴുതണം. പിന്നെ റിയാക്ഷൻസ് നമ്മൾ ഇത് ഫൗണ്ട് ഔട്ട് ചെയ്തപ്പം എല്ലാവരുടെയും റിയാക്ഷൻസ് ഒക്കെ എന്തായിരുന്നു, പിന്നെ പേരൻസും പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്താണ് എക്സ്പെക്ട് ചെയ്തത്, ബോയ് ആണോ ഗേൾ ആണോ എന്ന് അവർ എക്സ്പെക്ട് ചെയ്തതൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഫോർ എവർ നിൽക്കും. പിന്നെ കുറേ സ്ക്രിബിൾ നോട്ട് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലമുണ്ട് ബേബിക്ക്. സോ ബേബി വലുതായി കഴിയുമ്പോൾ, ബേബിക്ക് മനസ്സിലാവുന്ന ഒരു പ്രായമായി കഴിയുമ്പോൾ ബേബിക്ക് ആ ലെറ്റേഴ്സൊക്കെ വായിക്കാം. പിന്നെ ഇങ്ങനെ ടു ക്ലീൻ, ടു ക്ലിയർ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന കുറേ സ്ഥലമുണ്ട്. പിന്നെ ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന മദേഴ്സിന് കൊടുക്കാൻ പോകുന്ന അഡ്വൈസ് ഓർ എനിക്ക് ഉണ്ടായ ഹാർഡ്ഷിപ്സോ അല്ലെങ്കിൽ ഞാൻ എടുക്കേണ്ടിയിരുന്ന ഒരു നെസസറി സ്റ്റെപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ഹിയർ. പിന്നെ മൈ വിഷസ് ഫോർ ദ ലിറ്റിൽ വൺ. അങ്ങനെ ഓരോ ലിറ്റിൽ ക്യൂട്ട് തിങ്സ് ആണ് അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കണത്. പിന്നെ ഫസ്റ്റ് ട്രൈമെസ്റ്റർ, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് അവർ സെപ്പറേറ്റ്ലി ഒരു സെറ്റ് ഓഫ് പേജസ് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ക്രേവിങ്സ്, റിപ്പൾസ്ഡ് ബൈ, ഓരോ മന്തിലും അത് മാറുമല്ലോ. ഓരോ ട്രൈമെസ്റ്ററിലും നമുക്ക് ഇഷ്ടമുള്ള സാധനവും ഇഷ്ടമില്ലാത്ത സാധനവും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. സോ അതെല്ലാം നമുക്കിവിടെ നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ നമ്മളുടെ ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് റൈറ്റ് ഡൗൺ ചെയ്യാനുള്ള പ്രഗ്നൻസി ഡ്രീംസ്, അതെല്ലാം ഇതിൽ എഴുതാൻ പറ്റും. പിന്നെ ഇങ്ങനെ ജേർണൽ, സ്കെച്ചിങ് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. പിന്നെ നമ്മൾ ലാസ്റ്റിലോട്ട് വരുമ്പോൾ തേർഡ് ട്രൈമെസ്റ്റർ കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ പേജസ് ഉണ്ട്. ഇൻ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ദെയർ എന്ന് പറയുന്ന പോലെ ബുക്സ് ഐ ലവ്ഡ് റീഡിങ്, പോഡ്കാസ്റ്റ് ഐ എൻജോയ്ഡ്, വെബ്സൈറ്റ് ഐ റിയലി ലൈക്ഡ്. പിന്നെ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊരു ഇത്തിരി ലിസ്റ്റ് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഫിൽ ഇൻ ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പം എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല ലൈക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യല്, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകില്ല, അങ്ങനെ വലിയതായിട്ട് അറിയുമൊന്നുമില്ല. അപ്പം ഇതൊക്കെ കൈൻഡ് ഓഫ് ഹെൽപ്സ്, ലൈക്ക് ഒരു കുഞ്ഞു ടൈനി സ്റ്റെപ്പ് ഓഫ് ഹെൽപ്പാണ് ഇതൊക്കെ. സോ ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ലൈക്ക് സംതിങ് ടു ഹാവ് വിത്ത് യു ഓൾ ദ ടൈം. പിന്നെ സം തിങ്സ് ടു ക്യാരി അവർ കുറേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫിൽ ഇൻ ചെയ്യാം. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഏരിയ ഉണ്ട്. ഐ തിങ്ക് വി കം ടു ദി എൻഡ് ഓഫ് ദ ബുക്ക്. യാ, സോ ദാറ്റ്സ് ദ പ്രഗ്നൻസി ജേർണൽ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഓ, there's something more in the box. Oh, it's a very pretty bookmark. അത് ഈ ബുക്കിൽ തന്നെ വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്, അതും ഐ തിങ്ക് ഈ ജേർണലിനകത്ത് ഉപയോഗിക്കാൻ പറ്റും.
ദർ ആർ ലൈക്ക് ലോട്ട് ഓഫ് സ്റ്റിക്കേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ജേർണലൊക്കെ എഴുതുന്നവർക്ക് ഇങ്ങനെ ലൈക്ക് ഈ പാറ്റേൺസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇലസ്ട്രേഷൻ പോലെ ചെയ്തില്ലേ, അതുപോലെയൊക്കെ ഐ തിങ്ക് യു ക്യാൻ റിയലി ഡു. ഈ ക്രേവിങ്സ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അതിൻ്റെ സ്ലോട്ട്സിൽ നമുക്ക് സ്റ്റിക്കൊക്കെ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇറ്റ് ബിക്കംസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക് ദറ്റ് യു ക്യാൻ ലുക്ക് ബാക്ക്. പിന്നീട് ഒരു സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് ഇത് നോക്കുമ്പം ഒത്തിരി സന്തോഷമാവും ആൻഡ് ഒത്തിരി മെമ്മറീസ് എപ്പോഴും സേഫായിട്ട് ഒരു ബുക്കിനുള്ളിൽ ഉണ്ടാവും. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ദിസ് വീഡിയോ. ഇഫ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാൻ നോക്ക്. ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്, പക്ഷേ സ്റ്റിൽ ഞാൻ ഈ ബുക്ക് മാത്രം മേടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കുറവേ ആവുള്ളായിരുന്നു. പക്ഷെ എനിക്കെല്ലാം ഭയങ്കര ഭംഗി തോന്നിയപ്പോൾ I bought the whole bunch of things. So yeah, definitely check it out and let me know what you guys feel about it. Thank you.